ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 32-ാം അധ്യായം 8-ാം വാക്യം ഒടുവിലത്തെ ഭാഗം. ജനം യഹൂദ രാജാവായ യെഹിസ്കിയാവിൻ്റെ വാക്കുകളിൽ ആശ്രയിച്ചു. എല്ലാം അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ എളുപ്പമാണ്. എന്നാൽ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ശുഭാപ്തി വിശ്വാസമുള്ള വാക്കുകൾ പറയുക പ്രയാസമാണ്. ഹിസ്കിയ രാജാവ് ഇവിടെ ചെയ്യുന്നത് അതാണ്. തകർന്നു കിടന്ന രാജ്യത്തെ താൻ ഭരണമേറ്റതു മുതൽ നിരന്തരമായ പ്രയത്നത്താൽ ഹിസ്കിയാവ് പണിതെടുത്തു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് താൻ ആരംഭിച്ച പ്രവൃത്തികളെ ദൈവം കൂടെ ഇരുന്ന് സഹായിച്ചു. എന്നാൽ രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ അതിനെ പിടിച്ച് കൊള്ള ചെയ്ത് നശിപ്പിക്കുവാൻ അശ്ശൂർ രാജാവിൻ്റെ വളരെ വലിയ സൈന്യം പുറപ്പെട്ടു വന്ന് ദേശത്തെ നിരോധിച്ചു. അതുമായി തുലനം ചെയ്താൽ വളരെ ചെറിയ ഒരു സൈന്യമാണ് ഹിസ്കിയാവിനുണ്ടായിരുന്നത്. പക്ഷേ തൻ്റെ മനസ്സ് പതറിയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവരിൽ ദൈവം അസാധാരണ ധൈര്യം പകരും. തൻ്റെ ജനത്തോട് ഹിസ്കിയാവ് ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യപ്പെട്ടിരിക്കാൻ ഉപദേശം നൽകി. ഇത്തരം സന്ദർഭങ്ങളിൽ വിമർശകരുടെ എണ്ണം കൂടാനാണ് സാധ്യത. എന്നാൽ ഇവിടെ വ്യത്യസ്തമായത് സംഭവിച്ചു. ജനം ഹിസ്കിയാവിൻ്റെ വാക്കുകളെ വിശ്വസിച്ചു. തങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തിയിൽ അവർ പ്രത്യാശ വെച്ചു. ജനത്തെ ധൈര്യപ്പെടുത്തിയ ഹിസ്കിയാവ് ദൈവാലയത്തിൽ ചെന്ന് ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഹിസ്കിയാവ് ഒരു അസാധാരണ ധൈര്യശാലി ആയതുകൊണ്ടല്ല ജനത്തോട് ആത്മവിശ്വാസത്തോടെ സംസാരിച്ചത്. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെയുള്ളവരിലേക്ക് ധൈര്യം പകരുന്നവരാകാൻ നമുക്ക് കഴിയണം. അതിന് ആദ്യമേ നാം തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവാലോചനയാൽ ധൈര്യപ്പെടണം. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് വിജയമൊരുക്കുമെന്നത് നിശ്ചയം. ദൈവം നമ്മെ നിരന്തരം അനുഗ്രഹിക്കട്ടെ.